നമ്മളിനി വേറെ എന്തെങ്കിലും പണി കണ്ടെത്തണം. 10-30 വർഷമായി ഇതിൽ വിഷമാവസ്ഥയിലാണ്. മുതലാളി കളക്ഷൻ ഇല്ലെങ്കിൽ ഒതുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. വണ്ടി നേരത്തെ വരും ഈ കണക്കാണ്. ആളില്ല, പഴയ കണക്കല്ല, വണ്ടി കളക്ഷൻ ഇല്ല. ഇതുവരെ ആകുമ്പോഴത്തേക്ക് ഒരു ടാർഗറ്റ് കളക്ഷൻ ഉദ്ദേശിച്ചത് അത് ഇതുവരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമായ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്ത്രീകളൊക്കെ ഈ സൗജന്യ യാത്ര അതിനെ ആശ്രയിച്ച് ഇന്നു മുതൽ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വശത്ത് സ്ത്രീകൾക്കൊക്കെ വലിയ ആഘോഷം, സന്തോഷമാണ്. എങ്കിൽ പോലും മറുവശത്ത് ഈ സന്തോഷത്തിൽ വിഷമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഈ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ. അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ട് അവർക്ക് ഈ ഒരു തീരുമാനം മാറിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ അവരൊരു തീരുമാനത്തെ എതിർത്തതാണ്. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസം തുടങ്ങി ഈ ഒരു സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മണിക്ക് ആരംഭിച്ചതാണ്. സമയം ഇപ്പോൾ 4 മണിയാകാൻ പോകുന്നു. ഈ സമയത്തിലുള്ള സർവീസിൽ അവർക്ക് എത്രത്തോളം അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഭാവിയിൽ എത്രത്തോളം അവരെ ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രൈവറ്റ് ബസ്സുകാർക്ക് പറയാനുള്ളത് നോക്കാം. അവരുടെ ആശങ്കയൊക്കെ മലയാളി വാർത്തയോട് അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ബാധിക്കലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പോകെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഭാവിയില് ഈ ഒരു പ്രസ്ഥാനം തന്നെ നിന്നു പോകുമോ എന്നൊരു ആശങ്കയൊക്കെ പങ്കുവയ്ക്കുന്നവരുമുണ്ട്. അപ്പൊ എന്തായാലും എന്താണ് ഫ്രീ സർവീസിനെ കുറിച്ച്, ഇതുവരെയുള്ള മണിക്കൂറുകൾ അവരുടെ സർവീസ് എത്രത്തോളം ഉണ്ട്, എങ്ങനെയുണ്ട്, പഴയതിനെ അപേക്ഷിച്ച് എങ്ങനെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. പഴയൊന്നും പകുതി പോലും ഇല്ല കളക്ഷൻ. ആള് ഒരുപാട് കുറവ്. ഫ്രീ വണ്ടി ഉണ്ടോ ഓടയില്ലേ ഉടനെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കയറി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കാൻ വിചാരിച്ചു. മുതലാളിമാർക്കല്ലേ ഉള്ളൂ, നമുക്ക് ജോലിയില്ലെന്നല്ലേ ഉള്ളൂ. മുതലാളിമാരല്ലേ ഇതൊക്കെ ചെയ്യണ്ട, നമ്മളല്ലല്ലോ. നമുക്കിപ്പം സമരം നടത്താന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനും സഹകരിക്കില്ല. കുറച്ച് സഹകരിക്കും. കളക്ഷൻ ഉള്ള വണ്ടികളുണ്ട് കുറെ. അവർ ജോലി നോക്കും, നമ്മൾ ഇതിനെതിരെ പോകണം. നമ്മളിനി വേറെ എന്തെങ്കിലും പണി കണ്ടെത്തണം. 10-30 വർഷമായി ഇതിൽ വിഷമാവസ്ഥയിലാണ്. മുതലാളി കളക്ഷൻ ഇല്ലെങ്കിൽ ഒതുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. വിഷയത്തിന് വണ്ടി ഒതുക്കിയിടാന്ന് വിചാരിച്ചു. ഇല്ല, അവർ മുതലാളിമാർ ചർച്ചയ്ക്കൊക്കെ പോയല്ലോ. അവർക്കല്ലേ അറിയാം ഇതിന്റെ കാര്യം, നമുക്കറിഞ്ഞൂടെ. അടുത്ത വണ്ടി ഇന്ന് ഓടിയിട്ട് ഇന്ന് എന്തിനാണ് നോക്കിയിട്ട് വണ്ടി ഒതുക്കാന്നാണ് പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ പോകുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പഴയ ആൾക്കാർക്ക് വിചാരിച്ചത്ര ഒരു ആശങ്കയില്ല. ഇല്ല. മുന്നോട്ട് പോകുമ്പോൾ ആശങ്കയുണ്ടോ? മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് ആശങ്ക. ഇപ്പൊ കുഴപ്പമില്ല. പ്രതിഷേധം അല്ലെങ്കിൽ ആയിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. ആദ്യത്തെ ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ കുഴപ്പമില്ല. സർവീസിനൊക്കെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പഴയ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. വിചാരിച്ചത്ര ആശങ്കയില്ല. ഇനി മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലും ആശങ്കയുണ്ടോ? നമ്മുടെ ആളൊന്നും 4 ബസ്സല്ലേ ഉള്ളൂ ഇവിടെ ഓർഡിനറിയായിട്ട്. 10 മണിക്ക് ജോലിക്ക് കയറാനുള്ള ഒരാൾക്ക് 11 മണിക്ക് ഓർഡിനറി പറഞ്ഞ ഓക്കെ ഇരിക്കാൻ പറ്റും. തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ ഓട്ടത്തേക്ക് ബാധിക്കുന്നുണ്ടോ? ഇത്രയും നേരമുള്ള ഒരു കണക്കൊക്കെ എന്ത് തോന്നുന്നു? ഒരുപാടുണ്ട്. അവര് ഓർഡിനറി നോക്കി പോകുന്നില്ല, പ്രൈവറ്റ് ആശ്രയിക്കുന്നുണ്ട് അല്ലേ? പഴയ ഓട്ടത്തിൽ നിന്നും ബാധിക്കുന്നുണ്ട്. ഉണ്ട്. ആൾക്കാർ കുറവുണ്ട്. എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് ആൾക്കാർ കുറവുണ്ട്. ഇപ്പൊ എത്ര തുടങ്ങിയതിനു ശേഷം എത്ര സർവീസ് കഴിഞ്ഞു? ഇന്നാണ് സർവീസ് തുടങ്ങി. എത്ര സർവീസ് കഴിഞ്ഞു? നമുക്കാ ഒരു 7. അപ്പൊ ബാധിക്കുന്നുണ്ട്. ആശങ്കയുണ്ടോ ഭാവിയില്? വണ്ടി നേരത്തെ വരും ഈ കണക്കാണ്. ആണോ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. എന്താണ് ഇതുവരെയുള്ള സർവീസ് നോക്കുമ്പോ ആൾക്കാർ കുറവുണ്ടോ? ഈ വണ്ടി ബൈ റൂട്ട് വണ്ടിയാണ്, മുടവമ്പോൾ പോണ വണ്ടിയാണ്. ആ ഭാഗത്ത് പറഞ്ഞിട്ട് KSRTC ഇല്ല. അതുകൊണ്ട് ഈ വണ്ടി വെറുതായിട്ട് ബാധിക്കുന്നില്ല. ബാക്കി വണ്ടികളൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വയലിക്കട വണ്ടി വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊട്ടല. ഒരു ആളില്ല, പഴയ കണക്കല്ല, വണ്ടി കളക്ഷൻ ഇല്ല. ഇതുവരെ ആകുമ്പോഴത്തേക്ക് ഒരു ടാർഗറ്റ് കളക്ഷൻ ഉദ്ദേശിച്ചത് അത് ഇതുവരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത്.
ടാർജറ്റ് ടാർജറ്റും ഒരു ദിവസം 12 രൂപ 13 രൂപ 14 രൂപ ഇവിടുന്ന വണ്ടികളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ 8 രൂപ 9 രൂപ ആകുമ്പോഴത്തേക്ക് അത് സർവീസിനെ ബാധിക്കും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ് ഡീസൽ ഇതെല്ലാം കൂടെയൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് ഒരാളെ ലാസ്റ്റ് ഒന്നും കാണത്തില്ല. പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആർക്ക് പരാതി കൊടുക്കാൻ? നമ്മൾ ആരടുത്ത് പറയാനായിട്ട്? വളരെ മോശമാണ്. പിന്നെ കാട്ടാക്കടയിൽ നിന്നും തമ്പാനൊരു ഫ്രീ സർവീസ് ഉള്ളതോ എല്ലാവരും കയറിയാണ് പോകണം. സ്ത്രീകൾ മൊത്തം അതിലാണ് കയറി പോകുന്നത്. നമുക്കിപ്പം ഇത് ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. വരെ വരെ അറിയാൻ പറ്റുമോ? ഇന്ന് വളരെ ആള് മോശമാണ്. ആരുമില്ല, അവിടെ ആരുമില്ല, കുറവുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. വെളിയിലാക്കെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മുന്നിട്ടൊന്നും സംസാരിക്കാറുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം തീരുമാനങ്ങളാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മോശം, വളരെ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നിപ്പോ തുടങ്ങിയപ്പോ ഇനിയിപ്പോ കുറച്ചിങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോൾ കറക്റ്റ് അവർ ആ ബസ്സിന് പ്രതീക്ഷ അങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുൻപിലും നമ്മുടെ ഒരു ട്രിപ്പ് എടുക്കുമ്പോൾ മുമ്പിലും ബാക്കിലും ബസ് ഇത് രണ്ട് ഇതായിട്ടും ബാധിക്കും. ഈ ബസ് വരണ അനുസരിച്ച് അവർ നോക്കി നിൽക്കും. വളരെ ബുദ്ധിമുട്ട്. ഇപ്പൊ ചേട്ടന്മാരുടെ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പോണത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ മേഖലയെ തന്നെ ബാധിക്കും. അവര് തിരിച്ച് ചില റോഡ് ഓരോ ദിവസം കഴിയുന്നതോറും അവർക്ക് ഒരാളിനെ അടുത്ത ആളുടെ അടുത്ത് പറയുമല്ലോ, നാളെ ഇന്ന സമയത്ത് ഇന്ന ബസ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ ഇന്ന് നോക്കുന്ന ആളെ കാണില്ല. ഓരോരുത്തരും അങ്ങനെ പയ്യെ പോകും. അത് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ബസ്സിന്റെ ഓണേഴ്സ് എല്ലാം കൂടെ സംസാരിച്ച് എന്താന്ന് നോക്കിയിട്ട് മന്ത്രിയെ കണ്ടൊക്കെ അപേക്ഷ കൊടുത്ത് സംസാരിക്കുമായിരിക്കും. അതിനെ ഒരു പോകാൻ വഴിയുള്ളൂ. അല്ല വേറെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ല വേറെ ഒന്നും അറിയത്തില്ല. ഇല്ല വേറെ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇന്ന് തുടക്കമല്ലേ ആയുള്ളൂ. ഇനിയിപ്പോ വൈകിട്ട് 2 ദിവസം കഴിയുമ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് കളക്ഷനെ ബാധിക്കുന്നത്. നമ്മുടെ ഡെയിലി ഒരു ദിവസം ഓർന്ന ആ കളക്ഷൻ ആയിരിക്കില്ലല്ലോ. ഇനിയിപ്പോ ഈ കളക്ഷൻ ഇത് വന്നതിന് ശേഷം അതിനെക്കാട്ടി താഴോട്ടേ വരുള്ളൂ. അപ്പോഴേ ഇതിനെ കുറിച്ച് സംസാരിച്ച് ഒരു പോകാൻ വഴി കണ്ടെത്തേ പറ്റുള്ളൂ. അപ്പൊ അത് അവർ ചെയ്ത നല്ല കാര്യം തന്നെ, നമ്മളതിനെ മോശമായിട്ട് പറഞ്ഞു. പക്ഷെ അതിന് ഇതിന് പ്രൈവറ്റ് ബസ്സിനെ ബാധിക്കാത്ത രീതിയിൽ അവരൊരു സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യണം. അതേ ഉള്ളൂ. ഇന്നിപ്പോ തുടങ്ങിയല്ലോ. ഇന്ന് വല്ലാത്തൊന്നല്ലേ. ഇനി ഭാവിയിൽ ചിലപ്പം കിട്ടേണ്ടി വരും. ആശങ്കയുണ്ട്. എന്തായാലും പ്രൈവറ്റ് ബസ്സിന്റെ കാലം പോകും. അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പെർമിറ്റ് നമ്മൾ ടാക്സ് ഉപയോഗിക്കുന്നത്. ടാക്സ് ഉപയോഗിച്ചാൽ നമുക്ക് ലാഭിക്കാം. ഇപ്പൊ കാശം കുറഞ്ഞാലും ടാക്സ് കുറവുണ്ടല്ലോ. അപ്പൊ നമുക്ക് ലാഭിക്കാം. അല്ലാതെ ഒന്നുമില്ലാതെ എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നിട്ട് കാശനും ഇല്ല, ആൾക്കാർ കയറത്തില്ല എന്ന് കിട്ടും. എല്ലാം ടാക്സിന് വലിയ വണ്ടിക്ക് വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ 50,000 രൂപയാണ്. ഇതിനെ കുറച്ച് 30 സംതിങ് വരും. അതിനും കുറച്ച് തന്നാ കുഴപ്പമില്ല. 6 മാസം സർവീസ് രാവിലെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇനി ഭാവിയിൽ സ്കൂളൊക്കെ കുറച്ച് തുറക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രമല്ലല്ലോ, കൊച്ചുകുട്ടികൾക്കുണ്ടല്ലോ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് സുഖമില്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കാനും ഒരു കുഴപ്പമില്ല. മൊത്തത്തിൽ ലേഡീസ് മൊത്തം കൊടുക്കുകയും കൊച്ചുകുട്ടികൾക്കും നമുക്ക് ST കൊടുക്കാൻ പറ്റത്തില്ല. കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഫ്രീ സർവീസ് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭാവി നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം എന്താണ്. അതൊക്കെ ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇന്നത്തെ കേസ് നമുക്ക് കുഴപ്പമില്ല. വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്താണ്. അല്ല, നമ്മുടെ സ്ഥിരം വരുന്ന ആൾക്കാർ വരും. കാര്യം അത് സമയത്തിനകത്ത് നോക്കി നമ്മളെ വണ്ടിയിൽ കയറത്തും. പിന്നെ കുറേയൊക്കെ മാറും. എങ്ങനെയായാലും നല്ല ട്രിപ്പിൽ 200-300 രൂപ മാറും. കുറവ് മൈനസ് ആവും. നമുക്ക് രാവിലത്തെ ട്രിപ്പും വൈകിട്ട് ട്രിപ്പും മാത്രമേ ഉള്ളൂ. ബാക്കി ഉച്ചക്കെല്ലാം ആവറേജാണ്. കാലിക്കാണ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ ട്രിപ്പും വൈകിട്ടുള്ള ഒരു ട്രിപ്പേ ഉള്ളൂ. അപ്പൊ അത് ആ സർവീസും കൂടെ ഇറങ്ങി രാവിലെ വൈകിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുട്ടത്ത് ചെയ്യും.